5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. ഗോവിന്ദോമ്മ, എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്തോ കാര്യ ആലോചനയിലാണല്ലോ. അതേ മോനെ. എന്താ കാര്യം? ഞാൻ മോനോടൊരു കാര്യം ചോദിക്കട്ടെ? ഞാനും ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ വന്നത്. എന്താ മോന് ചോദിക്കാനുള്ളത്? പറ. ഗോവിന്ദമാമ ആദ്യം കാര്യം പറ. ആദ്യം മോൻ ചോദിക്കാൻ വന്ന എന്താണെന്ന് പറ. വേണ്ട, മാമൻ കാര്യം പറ. ചാരുമോളെ, നീ ഞാൻ പറഞ്ഞാലേ വിശ്വസിക്കാത്തത്. മോളുടെ അക്കുച്ചേട്ടൻ പറയുന്ന കേട്ടാ വിശ്വസിക്കുമല്ലോ. ആകാശനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. മാമ എന്താ ഒന്നും പറയാതെ ആലോചിക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ മോനോട്? ചോദിക്കേ. ആകാശമോൻ ചാരുമോളെ ഉള്ളിന്റെ ഉള്ളിന്ന് സ്നേഹിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയാം. അല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ മോനെ? എന്തിനാ മാമ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? മോൻ പറയുന്ന മറുപടി കേട്ടാലേ ഇവിടെ ചിലർക്ക് വിശ്വാസമാവും. അതുകൊണ്ടാ. മാമൻ എന്താ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? എന്താ മാമ കാര്യം? ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് മോന് തോന്നും. പക്ഷേ മനസ്സിലാക്കേണ്ടവര് അത് മനസ്സിലായിക്കോളും. മോന്റെ മനസ്സിലിപ്പോ ചാരുമോള് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? അല്ലേടാ? എന്താ മോനെ, മോന്റെ മനസ്സിൽ ചാരുമോളില്ലേ? ഗോവിന്ദമാമൻ സംശയിക്കുന്നതിന് എന്റെ മനസ്സ് മുഴുവനും കാക്കോത്തിയ. സംശയം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ? ചാരുമോള് മോന്റെ മനസ്സില് ശരിക്കും ആരാ എന്നുവെച്ചാ മനസ്സിലായില്ല. ചാരുവിന് മോന്റെ മനസ്സിലുള്ള സ്ഥാനം എന്താന്നാ ചോദിച്ചേ? ചാരുമോളെ കൂടെ അവളെ സ്നേഹിച്ച് ജീവിക്കാൻ മോനെടുത്ത തീരുമാനം അവളോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ സഹതാപം കൊണ്ടാണോ? ഞാനിതിന് എത്ര പ്രാവശ്യം മറുപടി പറഞ്ഞതാ. വീണ്ടും വീണ്ടും മാമൻ എന്തിന് ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്? മനസ്സിലുള്ള ഇഷ്ടം എത്രയുണ്ടായാലും ഇഷ്ടപ്പെടുന്നയാളത് മനസ്സിലാക്കാതിരുന്ന അതൊരു വല്ലാത്തൊരു ഫീലാ ഗോവിന്ദമാമ. മരിക്കാൻ വരെ തോന്നും. ഗോവിന്ദമാമൻ ചോദിച്ചതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ശ്രേയെ ഞാനിപ്പോ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോന്നല്ലേ? ഞാൻ ആരെ പിടിച്ച് സത്യം ചെയ്യണം? ഏത് അമ്പലത്തിൽ വന്ന് സത്യം ചെയ്ത് തരണം ചാരുവിനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഗോവിന്ദമാമൻ വിശ്വസിക്കാൻ? എന്റെ മനസ്സിലിപ്പോ ശ്രേയയില്ല. ഞാൻ കാക്കോത്തിയുടെ കഴുത്തിൽ എപ്പോ താലി കെട്ടിയോ ആ നിമിഷം മുതൽ ശ്രേയെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി. കാക്കോത്തി എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും എന്റെ മനസ്സ് മാറ്റി ഗോവിന്ദമാമ. എനിക്ക് നല്ലത് മാത്രം വരാൻ മോഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കാക്കോത്തിയെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും ഗോവിന്ദമാമ? കാക്കുത്തി ഓരോ നിമിഷവും എന്നെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. എന്നാ ഞാനോ അവൾ കഴിച്ചോ നന്നായി ഉറങ്ങിയോന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. കാക്കുത്തി ഞാൻ കഴിച്ചോ എനിക്ക് സന്തോഷമല്ല എന്നൊക്കെ മാത്രം ചിന്തിച്ചാ ജീവിക്കുന്നത്. ആ കാക്കുത്തിയെ ഞാൻ സ്നേഹിക്കണ്ടേ ഗോവിന്ദമാമ? ഞാനിന്ന് എന്നേക്കാൾ സ്നേഹിക്കുന്നത് എന്റെ കാക്കുത്തിയെ.
ശ്രേയ ഉണ്ടായിരുന്ന എൻ്റെ മനസ്സിലിപ്പോ കക്കൂത്തി മാത്രമേ ഉള്ളൂ. ഇനി എത്ര ജന്മം എടുത്താലും എന്റെ കാക്കൂത്തി മാത്രമായിരിക്കണം എന്റെ ജീവന്റെ പാതി. ഗോവിന്ദമാമ, ദൈവം വലിയൊരു മാത്തമാറ്റീഷ്യനാണ്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയാലും അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും. കൂട്ടിയും കിഴിച്ചു നോക്കിയ ശ്രേയ എനിക്ക് കിട്ടാതിരുന്നത് കാക്കൂത്തി എനിക്ക് കിട്ടാൻ വേണ്ടിയാ. ദൈവത്തിന്റെ കണക്കൊക്കെ ഇപ്പൊ ശരിയായില്ല ഗോവിന്ദമാമ. ഒരു ഭാര്യ ഭർത്താവിന് സന്തോഷവും തുണയും മാത്രമല്ല, അവളവന്റെ ജീവിതവും സ്വപ്നങ്ങളും വിശ്വാസവും ലക്ഷ്യങ്ങളും എല്ലാമായിരിക്കും എന്നാ പറയുന്നത്. അത് സത്യോ ഗോവിന്ദമാമ.